നടൻ ഫഹദ് ഫാസിലിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാവരും ഇപ്പോൾ ഞെട്ടുന്നതും ഇതേ വാർത്ത കേട്ടിട്ട് തന്നെയാണ്. ഫഹദ് ഫാസിലിന് എന്ത് സംഭവിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത്. ഫഹദിനോട് പ്രേക്ഷകർക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടോ അതേപോലെ തന്നെയാണ് ഈ വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുന്നത്. രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. ഞാൻ ADHD ബാധിതനാണ് എന്നാണ് ഫഹദ് ഫാസിൽ ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞത്. താൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രോം ബാധിതനാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ഫഹദ് ഫാസിൽ. ADHD എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ADHD കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് 41-ാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യത ഇല്ല എന്നും കോതമംഗലത്ത് പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് ഫഹദ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇതാണ് പ്രേക്ഷകരുടെ ഇടയിൽ പോലും പലപ്പോഴും ചർച്ചയായി മാറുന്നത്. ഫഹദ് ഫാസിലിന് വേണ്ടി സംസാരിക്കുന്നവർക്കും ഇതേ സിൻഡ്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതെന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചെത്തുന്നവർക്കൊക്കെ തന്നെ മറുപടിയായി എത്തുന്നുണ്ട് ഫഹദ് ഫാസിൽ. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം. ഇതിനെക്കുറിച്ചാണ് ഫഹദ് ഫാസിൽ വാതോരാതെ സംസാരിക്കുന്നത്. ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ അശ്രദ്ധ, എഴുത്തുചാട്ടം, ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക എന്നിവ ചേർന്നുള്ള രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം. ചിലരിൽ മുതിർന്നായാലും ഇത് മാറി വരില്ല. കുട്ടികളിൽ പഠനത്തെയും മറ്റ് ADHD പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇതാണ് ഇതിനെക്കുറിച്ച് ഫഹദ് ഫാസിൽ വ്യക്തമായി തന്നെ പറയുന്നത്. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിനിടയിലാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഫഹദ് ഫാസിലിന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരാണ് ഈ ചിത്രം എല്ലാവരിടത്തും വൈറലാക്കുന്നത്. വീഡിയോ സഹിതം ഫഹദ് ഫാസിൽ പറഞ്ഞ വാക്കുകൾ സഹിതം ഇപ്പോൾ ഫാൻ പേജുകളിലൂടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഫഹദിൻ്റെ ഈ സിൻഡ്രത്തെക്കുറിച്ചുള്ള സംസാരവും നടക്കുന്നുണ്ട്. എന്താണ് ADHD എന്നറിയാത്തവർക്ക് ഇത് വല്ലാത്ത ഒരു ഉണർവ് നൽകുമെന്നും ഇത് അവർക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത് നല്ലൊരു ഉപദേശമാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് ADHD എന്ന് തിരയാൻ തുടങ്ങി ഇതിനുശേഷം എല്ലാവരും ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അറ്റൻഷനായിട്ടും ഇമ്പൾസീവ് ആയിട്ടും ഹൈപ്പർ ആക്ടിവിറ്റിയുമായി കലർന്ന ഒരു പ്രക്രിയയാണെന്ന് പറയാം. വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കില്ലെന്ന പരാതിയുമായി വിളിച്ച കസ്റ്റമറോട് ഗ്രൈൻഡർ പ്രവർത്തിപ്പിക്കുന്നതിനെ കുറിച്ച് വിവരിച്ചു. അതായിരുന്നു തുടക്കം. ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിനങ്ങളിൽ പരിചയക്കുറവായിരിക്കുമെന്ന് സഹപ്രവർത്തകർ കരുതി. പിന്നീട് കഴിയുന്തോറും കൂടിക്കൊണ്ടിരുന്നു. ഏൽപ്പിച്ച ജോലികൾ കൃത്യസമയത്ത് തീർക്കില്ല, അലസർ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ വേറെയും. സിറ്റിയിൽ പ്രമുഖ സ്ഥാപനത്തിലെ കോൺസെൻട്രൽ കോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തിയപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നത്. അങ്ങനെയാണ് പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ADHD ആണെന്ന് തിരിച്ചറിയുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയതും. കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന ന്യൂറോ ബിഹേവിയർ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ് ADHD, അറ്റൻഷണൽ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അറ്റൻഷനായിട്ടും ഇമ്പൾസീവായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റിയും മൂന്നും കലർന്നതാണ് ഒരാളിൽ പ്രകടനമാവുക എന്നുള്ളത്. ശ്രദ്ധക്കുറവുണ്ടാവുക, ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ വരിക, ചുമതലകൾ നിർവഹിക്കാനോ അവയ്ക്ക് നേതൃത്വം നൽകാനോ കഴിയാത്ത അവസ്ഥ വരിക, ഒന്നിലധികം കാര്യങ്ങൾ ഓർത്തു ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ഏൽപ്പുന്ന കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോവുക, അലസത, ഭയം, വിഷാദം ഇതെല്ലാം തന്നെ ഇതിന് അടിസ്ഥാനമാണെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.